ഇതിന് സമാനമായതൊക്കെ നമ്മുടെ വർത്തമാന കാലത്ത് കാണാൻ കഴിയും. അങ്ങനെയാണ്. തലയെ കൊണ്ടുപോയി പൊക്കി നടക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ അവരെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ തെറിയ അഭിഷേകങ്ങളാണ്, പിന്നെ മോശപ്പെട്ട വാക്കുകളാണ്. അതുവരെ വേണ്ടപ്പെട്ട ആളാണ്, പിന്നെ വേണ്ട. കമലാ സുരയ്യ എന്ന് പറയുന്ന ആ മഹദി, അവരുടെ ആദ്യകാലവും അവരുടെ കഥാകൃത്തായി ജീവിച്ചിരുന്ന കാലവും ഒക്കെ യൗവനവും ഒക്കെ മറ്റൊരു ജീവിതമാണ്. പക്ഷെ അവര് അടിമുടി മാറി അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് അവര് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മരണപ്പെട്ടു. അതുവരെ മാധവിക്കുട്ടിയായിരുന്നപ്പോ എല്ലാവർക്കും വേണ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. പക്ഷെ അവര് കമലാ സുരയ്യയായി മാറിയപ്പോ അത് പല ആളുകൾക്കും പിടിച്ചിരുന്നില്ല. നോർമലാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ നേരെ മുമ്പിലാണ് ഇത് അനുഭവിച്ചത്. ഏതാനും മിനിറ്റുകൾ പോലും ആയില്ല, അപ്പോഴേക്കും ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ മാറ്റിപ്പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ജൂതന്മാർ അന്ന് അല്ലാഹുവിന്റെ റസൂലിനെതിരെ, പുണ്യനബി തങ്ങളുടെ സന്ദേശത്തിനെതിരെ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അല്ലാഹുവിന്റെ ഹബീബിനെ അവർ അറ്റാക്ക് ചെയ്യുമായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു ഒരു റൂമർ അവർ അഴിച്ചുവിട്ടത്, മദീനയിലെത്തിയ ഒരു മുസ്ലിമിനും ഇനി ഒരു ജീവനുള്ള കുഞ്ഞു ജനിക്കില്ല, അവർ ഇതോടെ തീർന്നു, അവസാനിച്ചു, ഇനി അവർക്ക് മക്കൾ ജനിക്കൂല. ഇത് പറഞ്ഞു നടന്നപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അവരുടെ സർവമാന വെല്ലുവിളികളെയും തകർത്തുകൊണ്ട് അസ്മാ ബീവി ജന്മം കൊടുക്കുന്നത്. റളിയല്ലാഹു അൻഹ ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴനായ സ്വഹാബി സുബൈർ ഇബ്നുൽ അവ്വാം, അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിൽ പോകുന്ന 10 പേരിൽപ്പെട്ട ആളാണ്. ഈ മോന്റെ വാപ്പ സഅദിൻ സഈദ് زبير طلحة وأبي عبيدة وبن عوف عاشر الكرم سعد سعيد زبير ആരായി സുബൈർ? സുബൈർ ഇബ്നുൽ അവ്വാം. ആരാണത്? അസ്മാ ബീവിയുടെ ഭർത്താവ്, സിദ്ദീഖ് എന്നവരുടെ മരുമകൻ. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് സ്വർഗ്ഗത്തിലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ കുഞ്ഞിന്റെ ഉമ്മ എന്നറിയോ? അസ്മാ ബീവി ദാത്തുൻ നിതാഖ്, 2 ബെൽറ്റുകളുടെ ഉടമ എന്നാണ് ചരിത്രം അറിയപ്പെടുക. എന്താ 2 ബെൽറ്റ്? ബീവിക്ക് എന്തിനായിരുന്നു ബെൽറ്റ്? അസ്മാ ബീവിക്ക് എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ സൗറിലേക്ക്, സൗർ ഗുഹയിലേക്ക്, ആ വലിയ മാമലയിലേക്ക് പൂർണ്ണ ഗർഭിണിയായിരിക്കെ, ഇത് കഴിഞ്ഞിട്ട് അവരുടനെ മദീനത്തേക്ക് യാത്ര ചെയ്തു. ആ സമയം നിബിതങ്ങളുടെ ഭക്ഷണം പാത്രം കെട്ടിവെക്കാൻ ഒരു കയറ് കിട്ടാതെ വന്നപ്പോ മഹദി റളിയല്ലാഹു അൻഹ വസ്ത്രം കെട്ടിയിരുന്ന ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, തോലിന്റെ ബെൽറ്റ്. ആ ബെൽറ്റ് 2 ഭാഗമാക്കി ചീന്തിയെടുത്തു. അതിലൊന്ന് വസ്ത്രം കെട്ടി, മറ്റേ പകുതി കൊണ്ട് എന്ത് ചെയ്തു? അവര് ഭക്ഷണ പാത്രം കെട്ടിവെക്കുകയും ചെയ്തു. എന്നിട്ടതും പിടിച്ചിട്ടാണ് മലമുകളിലേക്ക് കയറിപ്പോയിരുന്നത്. അതിന്റെ പേരിൽ നിബിതങ്ങളുടെ പേരാണ് ദാത്തുൻ നിതാഖൈൻ, the woman of 2 belts, 2 ബെൽറ്റുകളുടെ അധിപതിയായ മഹദി എന്ന് സ്വർഗ്ഗത്തിൽ അല്ലാഹു അവർക്ക് സ്വർഗീയ വസ്ത്രങ്ങൾ നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു അസ്മാ റളിയല്ലാഹു അൻഹ. മഹദി റളിയല്ലാഹു അൻഹ വളരുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ അനാവശ്യ വർത്തമാനങ്ങളില്ല. ആ കുടുംബത്തിൽ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കൂല. മോശപ്പെട്ട വാക്കുകൾ എല്ലാ ഭാഷയിലുണ്ടല്ലോ. കുട്ടികളൊക്കെ ഏറ്റവും ആദ്യം പഠിക്കുക മോശപ്പെട്ട വാക്കുകളാണ്, പിന്നെയാണ് നല്ല വാക്ക് പഠിക്കുള്ളൂ. അങ്ങനെയാണ് സാധാരണ സ്കൂളിലൊക്കെ പോയാലേ അതുവരെ നല്ല വർത്തമാനം മാത്രം പറഞ്ഞ് മോന് കാണാം വളരെ മോശപ്പെട്ട വേർഡ്സ് ഒക്കെ പഠിച്ച് തിരിച്ചു വരുന്നു. ഏത് ഭാഷ, പുതിയൊരു ഭാഷ പഠിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികളുടെ അറബികളെ പറ്റിക്കല്, അറബികളെ നല്ല വാക്കാന്ന് വിചാരിച്ചിട്ട് മലയാളത്തിൽ തെറി പറയുന്ന വാക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ സാധു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ബാക്ക് പോയി ചിരിക്കുന്നുണ്ടാവും ഈ അറബി പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. മോശപ്പെട്ട വാക്കുകൾ ആരെയും പഠിപ്പിക്കരുത്. എത്ര കാലം ആ പഠിപ്പിക്കപ്പെട്ട ആൾ പറയുന്നുണ്ടോ അത് അയാള് പിന്നെ ആർക്ക് പഠിപ്പിക്കുന്നുണ്ടോ ഇതിന്റെ ഒക്കെ കുറ്റം ഈ പഠിപ്പിച്ചു കൊടുത്ത ആൾക്കുണ്ടാവും. നല്ലത് പഠിപ്പിച്ചാൽ കൂലിയും കിട്ടും. അപ്പോ അസ്മാ ബീവിയുടെ മോൻ അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. ആ കുടുംബത്തിൽ മോശപ്പെട്ട വാക്കുകളില്ല. ആരാ അവിടുത്തെ വല്യാപ്പന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴനായ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
നബിയോട് ചോദിച്ച ചോദ്യം എത്ര മനോഹരമാണ്. നബിയെ, സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ ഓരോ വാതിലിക്കലും ഓരോ ഇബാദത്ത് ഇഷ്ടപ്പെട്ട ആളുകൾക്കുള്ള വാതിലുകളാണ്. ബാബുർ റയ്യാൻ. റമദാൻ വരാനായി, റജബായി ആയി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ റജബാവും, പിന്നെ ഷഅബാൻ, റമദാൻ. നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബാബുർ റയ്യാനിലൂടെ, ബാബു സ്വലാ നിസ്കാരത്തിന്റെ ആളുകൾ, ബാബുൽ ജിഹാദിലൂടെ പോകുന്നു, ബാബു സ്വദഖയിലൂടെ പോകുന്നവര്. നബിയെ, ഓരോരുത്തരെയും ഒരേ ഒരു വാതിലിലൂടെ മലക്കുകൾ വിളിച്ചാൽ മാലഹു ബുദ്ദുൻ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ വാതിലിലൂടെയും നിസ്കാരവും ഇഷ്ടമാണ് അയാൾക്ക്, സ്വതക്കയും ഇഷ്ടമാണ്, നോമ്പും ഇഷ്ടമാണ്, ഖുർആനും ഇഷ്ടമാണ്. ഇങ്ങനെ ഒരാൾക്ക് ഇതൊക്കെ ഇഷ്ടാകുമ്പോ 8 കവാടങ്ങളിലൂടെയും മലക്കുകൾ വിളിക്കുമോ നബിയെ? അങ്ങനെ സംഭവിച്ച എന്തായിരിക്കും? 8 വാതിലൂടെയും ഒരാളെ വിളിക്കാൻ, അല്ലെങ്കിൽ ഒരു വാതിലൂടെ വിളിക്കൂ, ഇതിലവാന്നേ പറയുള്ളൂ. ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവോ? നഅം വഅൻത മിൻഹും. അബൂബക്കറേ, നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ. നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നേരം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്, നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് നോമ്പെടുത്തിട്ടുള്ളത്? സുന്നത്ത് നോമ്പ് ആർക്കുണ്ട്? ആർക്കുമില്ല, ഒരാൾക്ക് മാത്രം. അനയാ റസൂലല്ലാഹ്, എനിക്കിന്ന് നോമ്പുണ്ട്. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൻ സാറ മിൻകുമുൽ യൗമ മരീദാ. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ഒരു പാവപ്പെട്ട രോഗിയെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ഒരു രോഗിയെ സന്ദർശിച്ച ആളുകളുണ്ടോ നിങ്ങളിൽ? ആരും കൈപൊക്കുന്നില്ല. അനയാ റസൂലല്ലാഹ്, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്. നേരം വെളുത്തിട്ടേ ഉള്ളൂ. മൻ അത്അമ മിസ്കീനൻ, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന. ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവനെ ദാനം ചെയ്തവർ ആരെങ്കിലും നിങ്ങളിലുണ്ടോ? ഒരു ഭക്ഷണം കൊടുത്ത ആള് ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ദാനം ചെയ്തിട്ടുണ്ടോ? ആര്? സ്വഹാബി. അവര് ചെയ്യുന്നവരാ, പക്ഷെ അന്ന് സിദ്ദീഖ് തങ്ങൾ മാത്രമേ ഉള്ളൂ. അനയാ റസൂലല്ലാഹ്. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ജനാസയുടെ കൂടെ പോയിട്ടുണ്ടോ? ഒരു മയ്യത്തിനെ മറവ് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇന്നലെ മഗ്രിബ് മുതൽ, മഗ്രിബ് ഇന്ന് ശരിക്ക് ഇന്നിപ്പോ ഏതാ ദിവസം? ശനിയാണല്ലേ? നമ്മുടെ അറബി കണക്ക് പ്രകാരം ഞായറായി. വെള്ളി നമ്മുടെ ഈ അസ്തമയം മുതൽ ദിവസം ആരംഭിക്കുകയാണ്. ഈ രാത്രി ശരിക്കും ഞായറിന്റെ രാത്രിയാണ്. ഈ വടക്കൻ മലബാറിലൊക്കെ, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഈ രാത്രിക്ക് എന്താ പറയാ, ഇവിടുത്തെ വേള് എന്ന് പറയുമ്പോൾ ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രിയാണ് പരിപാടി എന്നാ പറയാ. ഇത് ശരിക്കും ഞായറാഴ്ച രാവായി മാറിക്കഴിഞ്ഞു. അപ്പൊ മഗ്രിബ് മുതൽ സമയമുണ്ട്. അതാ തങ്ങൾ ചോദിക്കുന്നത്, ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ? അനയാ റസൂലല്ലാഹ്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈ ഗുണങ്ങളെല്ലാം, നോമ്പ്, പാവപ്പെട്ടവരെ സഹായിക്കുക, രോഗസന്ദർശനം, മയ്യത്തിന്റെ കൂടെ പോവുക, ഇതെല്ലാം ഒരു മനുഷ്യൻ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കിട്ടിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മദീന പള്ളിയിലേക്ക് വരാനുള്ള എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചു വെക്കണേ. ഇല്ലാ ഖൗഖത അബീബക്കറിൻ, അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് റളിയല്ലാഹു അൻഹു വരുന്ന വാതില്, ആ വാതില് മാത്രം ബാബു സിദ്ദീഖ് തുറന്നു കിടന്നോട്ടെ, അതടക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോകുമ്പോൾ മിമ്പറിൽ കയറി ഹബീബ് പറഞ്ഞില്ലയോ, നിങ്ങൾ ആരെല്ലാം എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം ഞാൻ തിരിച്ചു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്. ഒരാളൊഴികെ ലാ യുകാഫിഉഹാ അലൈഹി ഇല്ലല്ലാഹ്. എനിക്ക് ഉപകാരം ചെയ്ത് തിരിച്ച് അതുപോലെ പ്രത്യുപകാരം ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ അത് അബൂബക്കറാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതിന് പകരം അല്ലാഹുവേ കൊടുക്കൂ, എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ മുഴുവനും സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ പിന്നെ സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന വ്യക്തി ആരാണ്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ വീട്ടിലെ പേരക്കുട്ടിയാണ് ആ സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ ബീവിയുടെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൗതുകവും കുസൃതിയുമുള്ള ഒരു സംഭവമുണ്ട്.
ഭയങ്കര ആരോഗ്യമായിരുന്നു. ആരോഗ്യത്തിന് ഒരു ചരിത്രമുണ്ട്. വിശുദ്ധമായ ഹദീസിൽ വന്ന വളരെ സ്വഹീഹായ സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഹിജാമ ചെയ്യുമ്പോൾ അതിന്റെ ബ്ലഡ് എടുക്കും. അന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് 10 വയസ്സാണ് പ്രായം. ഈ സംഭവം നമ്മൾ പറയുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അറിയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം, ആ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം മുബാറക്കാണ്. അവിടുത്തെ ഷഅർ, അവിടുത്തെ പല്ല്, അവിടുത്തെ രക്തം, അവിടുത്തെ വായ കൊപ്പിളിക്കുന്ന വെള്ളം, വുദൂഇന്റെ വെള്ളം, അവിടുന്ന് ശുചീകരണം ചെയ്യുന്നത് മുതൽ എല്ലാം ഹബീബിന്റെ വിയർപ്പടക്കം സ്വഹാബിയത്തുകൾ കുപ്പിയിൽ എടുത്തു വെക്കുമായിരുന്നു. ഖറൂറത്തിൻ, ചെറിയ ചില്ലിന്റെ കുപ്പികളിൽ സുഗന്ധമായി ഉപയോഗിക്കാൻ. ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ കയ്യിൽ ഹിജാമ കഴിഞ്ഞിട്ട് രക്തം കൊണ്ടുപോയി കളയാൻ, അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ ആരും കാണാത്തിടത്ത് നിങ്ങൾ കൊണ്ടുപോയി ഇത് കളയണേ എന്ന് പറഞ്ഞപ്പോ 10 വയസ്സ് മാത്രം പ്രായമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പേരക്കുട്ടി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ അകത്താക്കി. പുണ്യനബി ചോദിച്ചു, തങ്ങൾക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി, ഒരൽപ്പം പോലും, ഒരു തുള്ളി പോലും മണ്ണിലേക്ക് ഒഴിക്കാതെ അദ്ദേഹം സേവിച്ചു. കുട്ടിയാണ്, 10 വയസ്സുള്ള മോനാണ്. പക്ഷേ നുബുവത്തിന്റെ പ്രകാശവും ഹബീബിന്റെ ജീവിതത്തിന്റെ അത്ഭുതങ്ങളൊക്കെ കണ്ടുവരുന്ന കാലമാണത്. പുണ്യനബി കണ്ടപ്പോഴേ തങ്ങൾ ചിരിച്ചു. തങ്ങൾക്ക് മനസ്സിലായത് അവർ ചെയ്തത് ഇങ്ങനെയാണ്. എന്താ നിങ്ങൾ എന്ത് ചെയ്തു ആ രക്തം എന്ന് ചോദിച്ചു. പറഞ്ഞു, നബിയേ, വദഅതുഹു ഫീ മകാനിൻ ലാ യറാഹു ഫീഹി അഹദ്, ആരും കാണാത്ത ഒരിടത്ത് ഞാൻ അത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ നബിയുടെ മറുപടി, വൈലുൽ ലക മിനൻ നാസ് വവൈലുൽ ലിന്നാസി മിൻക ലാ തമസ്സുകൻ നാർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, നിങ്ങളുടെ ശരീരം ഇനി നരകം തൊടുകയില്ല. അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലൊന്നും അത്ഭുതം, ഇതിൽ ഒന്നും വേറെ പല ചിന്താഗതിക്കാരും യുക്തിവാദികളൊക്കെ അവർക്ക് കേൾക്കുമ്പോൾ പല അരോചക തോന്നിയേക്കാം. മുഅ്മിനീങ്ങൾക്ക് അതൊന്നും തോന്നൂല. മുഅ്മിനീങ്ങൾക്ക് ഇതൊരു പ്രശ്നമില്ല. ഇതിലപ്പുറം വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നതെല്ലാം മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ്. അത് സ്വഹാബിമാർ എടുത്തു വെച്ചിട്ടുണ്ട്. യാ അല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന ഈ മോന് ജീവിതത്തിന്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളിലേക്ക് നബി തങ്ങൾ സൂചന കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, വൈലുൽ ലക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വരും. ഏതുപോലെ? ഞാൻ ഏറ്റ പോലെ. പുണ്യ നബി തങ്ങൾക്ക് വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി മക്കയിൽ. അതുപോലെ അബ്ദുല്ലാഹ്, നിങ്ങൾക്കും ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ചില പ്രയാസങ്ങൾ വരും. ആ പ്രയാസം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ശൂരത, നിങ്ങളുടെ ആണത്വം, നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ നേതൃപാടവം ഒക്കെ കാണുമ്പോ ചില ആളുകൾക്ക് നിങ്ങളിൽ അസൂയ തോന്നും. അതും സംഭവിക്കാൻ പോകുന്നുണ്ട് അബ്ദുല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, ലാ തമസ്സുകൻ നാർ. പരിശുദ്ധമായ ഹബീബിന്റെ ദം അശ്ശരീഫ്, വിശുദ്ധമായ ആ രക്തം ശരീരത്തിലേക്ക് ചേർന്ന് കിടക്കുന്ന വിശുദ്ധനായ സ്വഹാബിയോട് നബി തങ്ങൾ പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇനി ഒരിക്കലും നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല മോനെ, ശരീരം നരകം തൊടുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമായത്, ആ പുണ്യ ശരീരത്തിന്റെ ഭാഗമായത് ഈ മഹാന്റെ ദേഹത്ത് കിടക്കുകയാണ്. ആസാറുകൾ, അടിസ്ഥാനമുള്ള ആസാറുകൾക്ക് ഭയങ്കര സംഭവമാണ്. അതിലൊന്നും ഒരാൾക്കും ഒന്നും നിഷേധിക്കാനോ അവമതിക്കാനോ അതിനെ മോശപ്പെടുത്തി പറയാനോ ഒന്നും പാടില്ല. ആസാറുകളുടെ വിഷയം പറയുമ്പോൾ അത് അടിസ്ഥാനപരമായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് മാത്രമേ ചർച്ച നടക്കൂ. അത് യഥാർത്ഥമാണെങ്കിൽ പിന്നെ ഒന്നും അവിടെ ഇല്ല, ഒന്നും പറയാൻ പറ്റില്ല. ആസാറുകൾ ഒരുപാട് ഇടങ്ങളിലുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഖുബ്ബത്തു സുഖറയുണ്ട്. നബി തങ്ങൾ മിഅ്റാജിന് പോയ പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ്
സ്വർണ്ണ കുബ്ബയുള്ള പള്ളിയുള്ളത്, ഖുബ്ബത്ത് സുഹറ മസ്ജിദ് ഉള്ളത്, മസ്ജിദ് ഖുബ്ബത്തി സുഹറ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ കാലത്തുണ്ടാക്കിയ ആ ഒരു മസ്ജിദ്. പിന്നെ സ്വലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ കാലത്ത് പുതുക്കി പണിത ആ ഒരു മസ്ജിദ്. അതിന്റെ ആ പാറയുടെ മുകളിൽ നിന്നാണ്, പാറയാണ്, ആ പാറയുടെ മുകളിൽ ഇപ്പൊ പള്ളിയാണ്, നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ആ പാറ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ബൗണ്ടറി ആക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ഗ്ലാസിന്റെ ഒരു കവറിനുള്ളിൽ പുണ്യ നബി തങ്ങളുടെ വിശുദ്ധമായ തലയിലെ അവിടുത്തെ ഷഅർ മുബാറക് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സുഗന്ധമുണ്ട്, അതിന് കാണാൻ കഴിയും. തുർക്കിയിൽ മഹാനായ അബു അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ട്. തുർക്കിയിലെ യൂറോപ്യൻ സൈഡിൽ അയ്യൂബ് സുൽത്താൻ എന്നാണ് ആ പ്രൊവിൻസിന് പറയുന്ന പേര് തന്നെ. ആ പ്രൊവിൻസ് അറിയപ്പെടുന്നത് അയ്യൂബ് സുൽത്താൻ എന്നാണ്. അയ്യൂബ് സുൽത്താൻ എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അയ്യൂബ് സുൽത്താൻ, പോലീസിനൊക്കെ പോലീസ് ഉണ്ടെങ്കിൽ കാണുങ്ങനെ അയ്യൂബ് സുൽത്താൻ പോലീസ്, അങ്ങനെ അയ്യൂബ് സുൽത്താൻ. അബു അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളെയാണ് അവരെ അത്രയും ബഹുമാനമാണ്. അവിടെ ഹബീബായ നബി തങ്ങളുടെ ഷഅർ മുബാറക് സൂക്ഷിച്ചത് നമുക്ക് സിയാറത്ത് കാണിച്ചു കാണാൻ പറ്റും, അവിടെ തൊട്ടടുത്ത് കാണാൻ പറ്റും. പിന്നെ ഒരുപാട്, ഒന്നിലേറെ, ഒരു 10 ഉണ്ടാകും. ഇസ്തംബൂളിലെ തന്നെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ പുണ്യനബി തങ്ങളുടെ പല്ലിന്റെ ഒരു അംശമുണ്ട്. അവിടുത്തെ ഷഅർ മുബാറക്കുണ്ട്, നിബിതങ്ങൾ ഉപയോഗിച്ച വടിയുണ്ട്, തങ്ങളുടെ വാളുണ്ട്, തങ്ങളുടെ ചെരുപ്പുണ്ട്, ഒരുപാട് സാധനങ്ങൾ, ആധാറുകൾ. ഉസ്മാനി ഭരണാധികാരികൾ ഔലിയാക്കന്മാരുടെ ഓരം ചെന്ന് ഔലിയാക്കന്മാരെ കൂടെ പിടിച്ച് ജീവിച്ച ആളുകളാണ് ഉസ്മാനികൾ. ഒട്ടോമൻ ഭരണാധികാരികൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഉസ്മാനി ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾ ആധാറുകൾ സൂക്ഷിച്ചവരായിരുന്നു. ഇന്നും നമുക്കവിടെ ചെന്നാൽ കാണാൻ കഴിയും. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ, മൂസ നബിയുടെ വടിയുണ്ട് അവിടെ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രമുണ്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റേതുണ്ട്. അതൊക്കെ ചരിത്രപരമായി പശ്ചാത്തലമുള്ള തെളിവുള്ള ഒരു സംഗതിയാണ്. വളരെ നൂറ്റാണ്ടുകളായി സൂക്ഷിക്കുന്നതാണ്. ഒരുപാട് ഇടങ്ങളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഏതായിരുന്നാലും മഹാനായ ഇബ്നു സുബൈർ, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, പുണ്യ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായത് ആ ശരീരത്തിലേക്ക് ചേർന്നതിൽ പിന്നെ ഭയങ്കരമായ ശക്തിയായിരുന്നു, അതിശക്തനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ റളിയല്ലാഹു തആല അൻഹു. ഭയങ്കരമായ ശക്തി, ശാരീരികമായ പുഷ്ടി മഹാനവർകൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശരീരം അങ്ങനെയായിരുന്നു. സീറ അലാമുൻ നുബലായിൽ ഇമാം ദഹബി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. 7 ദിവസം തുടർച്ചയായി നോമ്പെടുത്തിരുന്നു. സർദൻ, അതായത് നോമ്പ് മുറിക്കൂല, രാത്രിയും പകലും അങ്ങനെ സ്ട്രൈറ്റ് നോമ്പെടുത്തിരുന്ന 7 ദിവസം നോമ്പെടുത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനത്തെ ശക്തിയുള്ള മഹാനായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ. വയുഫ്തിറു ഫിൽ യൗമി സാമിൻ, 8ാം ദിവസമേ മഹാൻ നോമ്പ് മുറിക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളെ സംബന്ധിച്ച് ഇമാം ദഹബി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. വേറെയും റിജാലിന്റെ ഉലമാ. അബ്ദന്നാസ്, ഭയങ്കരമായ ഇബാദത്തായിരുന്നു റളിയല്ലാഹു അൻഹു. കഅബാലയത്തിന്റെ മുന്നിൽ, മക്കയിലാ കൂടുതലും താമസിച്ചത്, കഅബാലയത്തിന്റെ മുന്നിൽ മഖാം ഇബ്രാഹിമിന്റെ അരികത്ത് ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഹമാമുൽ ഹറം, മദീനയുടെ മക്കയുടെ ഹറമിന്റെ മാടപ്രാവ് എന്നറിയപ്പെടും നിൽക്കുന്ന നൃത്തം വളരെ ശാന്തമായി, കണ്ണിമ പോലും വെട്ടാതെ, തലയനങ്ങാതെ, ശരീരം അനങ്ങാതെ നിൽക്കുന്ന നൃത്തം കാണുമ്പോ പക്ഷികൾക്ക് തോന്നും ഇതൊരു തൂണാണ്. അങ്ങനെ മഹാന്റെ തലയിൽ വന്ന് പക്ഷികൾ ഇരുന്ന് പാറിപ്പോകാറുണ്ട്, അനങ്ങാറില്ല. അങ്ങനെ നിന്ന് നിസ്കരിച്ചിരുന്ന മഹാനാണ് സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടിയായ ഈ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല. നമ്മുടെ സംഘാടകര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്, സാന്ദർഭികമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണം. നിങ്ങളൊക്കെ നമ്മുടെ ഈ മദ്രസയുടെ ഇതിന്റെ ബാധ്യത, നമ്മൾ കാണുന്ന പണിക്കും ഒരുമിച്ചൊരു 15 ലക്ഷമാണ് കാണുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പരിസരത്ത് നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഈ സദസ്സിൽ. അൽഹംദുലില്ലാഹ്. സെന്ററിന്റെ ചാരിറ്റി എത്രയാണെന്ന് നിങ്ങൾക്കും പഠിച്ചോനെ എക്സ്ചേഞ്ച് ചെയ്താലേ, ഞങ്ങൾ ഇന്നലെ അവിടെ വരുമ്പോ അവരൊന്ന് പറ്റി നോക്കിയ ഐഡിയ, നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നു നമ്മൾ ഇരുന്നോടൊന്നും മാറിയിരിക്കുമ്പോഴേ. അപ്പോ പറ്റണമെങ്കിൽ ചെയ്തോളി, ഇടയ്ക്ക് കസാര വലിക്കരുതേ, ബുദ്ധിമുട്ടാകരുത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ മനോഹരമായ ഒരു സദസ്സാണിത്. ഇൻഷാ അല്ലാഹ് വൈകില്ല. നമ്മൾ പറഞ്ഞ സമയം, ഇനി ഞാൻ പറഞ്ഞ സമയം കണക്കാക്കുകയാണെങ്കിൽ 1 മണിക്കൂറാണുള്ളത്. 1 മണിക്കൂർ കൃത്യമായിരിക്കും കേട്ടോ, നമ്മള് ഓൺ ടൈം ആയിരിക്കും ഇൻഷാ അല്ലാഹ്. 1 മിനിറ്റ് പോലും അതിൽ വൈകൂല.
11:45 എത്ര 10:45 11:45 ഇൻഷാ അല്ലാഹ് വിഷയം അവസാനിപ്പിച്ചിരിക്കും. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ദുആ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എൻ്റെ ഇടയ്ക്ക് തിരക്കുണ്ട്, നിങ്ങൾ പോയിക്കോളിട്ടോ, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. കുട്ടികൾ ഉറങ്ങുക, നിങ്ങൾക്ക് ക്ഷീണം ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളി, അതിനൊന്നും പ്രശ്നമില്ല. മുസ്തഫക്ക് അല്പം പോകണ്ടെന്നൊക്കെ പറയില്ലേ, ഞാൻ പോയിക്കോളി എന്നാ പറയാം. അവർക്ക് തിരക്കുണ്ടെങ്കിൽ പോയിക്കോട്ടെ, നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാ. ചിലപ്പോൾ ചില ആളുകൾ ഇരിക്കാൻ കൂട്ടാക്കൂല, റോഡ് സൈഡിലൊക്കെ നിന്നിങ്ങനെ കേൾക്കും. അവർക്ക് അതായിരിക്കും ഇഷ്ടം. അവരെ പിടിച്ചിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ ഇരിക്കൂലേ. അപ്പോൾ ചിലപ്പോൾ നിന്ന് കേൾക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും. എന്നാൽ പിന്നെ അങ്ങ് പോകാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചോദ്യം വന്നാലോ, അല്ലെങ്കിൽ ഇടയ്ക്ക് എണീറ്റ് പോരുമ്പോൾ പ്രയാസമായി പോയാലോ എന്ന് വിചാരിച്ച് ദൂരങ്ങളിൽ നിൽക്കുന്നവരുണ്ടാവും. ആയിക്കോട്ടെ, ദൂരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നാൽ എൽമിന്റെ സദസ്സിന്റെ ഒരു ഓരത്തൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കൂലി കിട്ടൂലേ? അൽഹംദുലില്ലാ. ഏതായിരുന്നാലും അല്ലാഹു ഇത് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി അല്ലാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ CH ചാരിറ്റബിൾ സെന്ററിന്റെ പ്രവർത്തകന്മാരാണ് ഞങ്ങൾ സമീപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കണം. ജസാക്കുമുല്ലാഹു ഖൈറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യവും പൊരുത്തവും കിട്ടിയ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുമാ. യാ അല്ലാഹ്, ഹബീബിൽ നിന്ന് അതൊക്കെയാണ് അവർ കരസ്ഥമാക്കുന്നത്. സ്വർഗമാണ് ഹബീബിൽ നിന്ന് അവർ വാങ്ങിയത്. ലാ തമസ്സുകന്നാർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല. അത് പറഞ്ഞു കിട്ടിയാ മതി, കഴിഞ്ഞു, രക്ഷപ്പെട്ടു. ലാ തമസ്സുകന്നാർ. ഹബീബായ നബി തങ്ങളോട്, നബിയേ എനിക്ക് വസ്ത്രം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചവരുണ്ട്. അച്ഛനീ മിമ്മ അഅതാകല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് എനിക്ക് തരൂ നബിയേ. നബിക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഹദിയോ സമ്മാനമോ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? അതെനിക്ക് തരും നബിയെ. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം, ഒരു പെണ്ണ് വസ്ത്രം നെയ്തുണ്ടാക്കിയിട്ട് നബിക്ക് കൊണ്ടുപോയി കൊടുത്തതാ. അതൊരു സഹാബി കണ്ണുവെച്ചു. അങ്ങനെ പുണ്യ നബിയോട്, നബിയെ അന്നൊരു ദിവസം ഒരു ഉമ്മ നിങ്ങൾക്ക് ഒരു വസ്ത്രം തന്നില്ലേ, ഒരു തുണി, അതെനിക്ക് തരൂ. റസൂലുള്ളാഹി തങ്ങൾ അന്നത് അതൊടുത്താ വന്നത്. തങ്ങൾ ഇപ്പൊ വരാന്ന് പറഞ്ഞ് വീടിനുള്ളിലേക്ക് ചെന്നു. വസ്ത്രം മാറിയിട്ട് ആ വസ്ത്രം ഇയാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ സ്വഹാബിമാർ ചോദിച്ചു, എന്ത് പണിയാ നിങ്ങളാ ചെയ്തത്? നബിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നബി ധരിച്ച ഒരു സാധനം. ഈ അറബികൾക്ക്, അറബി കൾച്ചറിലൊക്കെ ഒരു, നമ്മുടെ മലയാളത്തിലൊന്നും അതില്ല കേട്ടോ, അതുകൊണ്ട് ആരും അത് ചെയ്യാൻ നിൽക്കണ്ട. അറബികൾക്കൊരു കൾച്ചർ ഉണ്ട്. എങ്ങനെ അവരുടെ ദേഹത്തോ കയ്യിലോ വീട്ടിലോ ഉള്ള സാധനം, അത് ഇപ്പൊ കയ്യിൽ, ഉദാഹരണം വാച്ച് നോക്കിയിട്ട്, നിങ്ങളുടെ വാച്ച് ഭയങ്കര രസമുണ്ടല്ലോ, എവിടുന്ന് അത് വാങ്ങിച്ചത്, എത്രയാ അതിന് വില, ഏതായി ബ്രാൻഡ്, നല്ല രസമുണ്ടല്ലോ എന്ന് അവരുടെ കയ്യിലുള്ള ഒരു സാധനം കമന്റ് ചെയ്ത് പറഞ്ഞാൽ, അതിനങ്ങനെ പുകഴ്ത്തി പറഞ്ഞാൽ ഉടനെ എന്നാ നീ എടുത്തോ എന്ന് പറഞ്ഞു കൊടുക്കും. അത് അവരുടെ ഒരു കൾച്ചറാണ്. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അടിച്ചു മാറ്റി പോരാറുണ്ട്. അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടൂലേ, വെറുതെ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കണ്ട. നമ്മളെ നാട്ടിൽ അങ്ങനെ കൾച്ചർ ഇല്ല. ഞാൻ വാങ്ങിച്ചാന്ന് തന്നെ പറയുള്ളൂ അല്ലേ. പക്ഷെ ചില ആളുകളെങ്കിലും സ്നേഹത്തോടെ, വേണോ ഇഷ്ടാണോ കൊണ്ടുപോയിക്കോ എന്ന് പറയും. അത്രയും ദയാവായ്പും സ്നേഹവും ഒക്കെയുള്ള ഈമാനുള്ള ആളുകൾ അങ്ങനെ എടുത്തു കൊടുത്തേക്കാം. ഒരു സാധനത്തെ നോക്കിയിട്ട് ഇങ്ങനെ ഇഷ്ടാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കൊടുക്കാന്നവന് പൊരം പറമ്പറക്കം കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ കൊച്ചു കൊച്ചു സാധനങ്ങൾക്ക് അത് പറയുള്ളേ. അപ്പൊ പുണ്യ നബി തങ്ങളോട്, നബിയെ അങ്ങയുടെ ഈ വസ്ത്രം എനിക്ക് ഇഷ്ടം. അപ്പൊ സ്വഹാബി പറഞ്ഞു, എന്തേ, നിനക്കറിയില്ലേ നബി തങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ തങ്ങൾ എടുത്തു തരുമെന്ന്? അത് നീ ചോദിക്കാൻ പാടുണ്ടോ? തങ്ങൾ അത്രയും ഇഷ്ടപ്പെട്ട് ധരിച്ച ഒരു സാധനമല്ലേ നീ ചോദിച്ചത്, അത് മോശമായി പോയി എന്ന് കൂടുതലുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാനത് ചോദിച്ചത് ഒരു തുണി കിട്ടണം എന്ന ആഗ്രഹത്തിനല്ല. നാളെ മരിച്ചു പോകുമ്പോ എന്റെ ഖബറിൽ, എന്റെ കഫംപുടയിൽ നബിതങ്ങളുടെ ശരീരം തൊട്ട ഒരു വസ്ത്രം എന്റെ കഫംപുടയിൽ വെച്ചിട്ട് എന്നെ മറവു ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. ഇതെന്റെ കഫനാണ്. മഹാനവറുകളെ ആ വസ്ത്രത്തിലാണ് കഫൻ ചെയ്തതും അങ്ങനെയാണ് അദ്ദേഹത്തെ മറവു ചെയ്തതും എന്ന് ഹദീസിൽ കാണാൻ കഴിയും. സ്വഹാബിമാർ വന്ന് ചോദിക്കുകയായിരുന്നു. അങ്ങനെ ചില അറാബികളെങ്കിലും പുണ്യ നബിയോട് ഭക്ഷണം വേണമെന്ന് ചോദിക്കാറുണ്ട്, വസ്ത്രം വേണം, എനിക്ക് ഒട്ടകമില്ല. ഒരാൾ വന്ന് ചോദിച്ചപ്പോഴാണ് തങ്ങൾ തമാശ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അച്ഛനീ നാഖ, എനിക്കൊരു ഒട്ടകം വേണം നബിയെ. നാഖത്ത് എന്ന് പറയുമ്പോൾ പെണ്ണൊട്ടകമാണ്. അപ്പോ തങ്ങൾ പറഞ്ഞു, ബൽ നുഅ്തീക് ഇബ്നൻ നാഖ, ഒരു പെണ്ണൊട്ടകത്തിന്റെ കുട്ടിയെ തരാം.
അപ്പൊ അയാൾ പറഞ്ഞു, നബി ഇത് എന്ത് കഥ, എനിക്ക് യാത്ര ചെയ്യണം, ഒരു കുട്ടി കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ തങ്ങൾ പറഞ്ഞു, എല്ലാ ഇബിലും എല്ലാ ജമലും എല്ലാ ഒട്ടകവും ഒരു നാക്കത്തിന്റെ മകൻ തന്നെയല്ലേ, അല്ലെങ്കിൽ മോളല്ലേ? ഒരു നാക്കത്ത് പ്രസവിച്ചാലല്ലേ അത് ഒട്ടകാവുള്ളൂ. ഏതൊട്ടകവും ഒരു പെണ്ണൊട്ടകത്തിന്റെ മോനല്ലേ എന്ന് നബി തങ്ങൾ തമാശ പറഞ്ഞിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ നബിയോട് അങ്ങനെയൊക്കെ വന്ന് ചോദിക്കാം. ഒരാൾ വന്ന് നബി തങ്ങളുടെ ദേഹത്തെ ഷാള്, അന്ന് തങ്ങൾ ഷർട്ട് ധരിച്ചില്ല, ഒരു ഷാളായിരുന്നു, ആ ഷാളങ്ങ് ബാക്കിൽ നിങ്ങൾ പിടിച്ചു വലിച്ചു. നമുക്കറിയാലോ ചരിത്രം, വളരെ സ്വഹീഹായ ഹദീസാണത്. ചോദിച്ച ചോദ്യം എന്താ? അത് അതിലും വലിയ അത്ഭുതം. എന്തായി പറയുന്നത്? നബി എനിക്ക് പൈസ തരുന്ന ചോദിക്കുന്നത്, പക്ഷേ ഈ പൈസ നബി ഇത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഉപ്പാന്റേതും ഉമ്മാന്റേതും അല്ലല്ലോ, അള്ളാന്റേതല്ലേ തരുന്നത്. തങ്ങൾ പറഞ്ഞു, അൽമാലു മാലുല്ലാഹ്, സമ്പത്ത് അള്ളാഹുവിന്റേത് തന്നെയാണ്. അറാബി, നീ എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചില്ലേ, ഇതിന് തിരിച്ച് നിന്നെ വേദനിപ്പിക്കുന്നു. അത് പറ്റില്ല. അതെങ്ങനെ? നീ എന്റെ ദേഹത്തിന്റെ ഷാൾ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതാ മുറിവായിരിക്കും, ചോര പൊടിയാൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിന് ഖിസാസ് എടുക്കും, നിന്നെ ഇതുപോലെ ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് മോശമായി പെരുമാറില്ല. ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്തത്. തങ്ങൾ പറഞ്ഞു, നിന്നോട് പ്രതികാരമൊന്നുമില്ല, ഞാൻ തമാശ പറയാം. എന്നിട്ട് നബി തങ്ങൾ വീട്ടിലുള്ളത് എടുത്തു കൊണ്ടുപോയി കൊടുത്തു. ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. ഹബീബിന്റെ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടാവും ഏതെങ്കിലും, അതും കുറച്ച്, അല്ലെങ്കിൽ ഒരൽപ്പം ഉണക്കമുന്തിരി കാണും, അല്ലെങ്കിൽ മണ്ണിന്റെ പാത്രങ്ങൾ കാണും, അല്ലെങ്കിൽ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ കാണും, ദുരുമ്പിയത്, ഇത്രയും ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരെടുത്ത് കൊണ്ടുപോകാറാ. പിന്നെ ആരെങ്കിലും കൊണ്ടുവന്ന് നബിക്ക് ഹദിയ കൊടുക്കും. തങ്ങൾ ആരെങ്കിലും ഒരാൾ, ഒരു വിദേശിയായ ആൾ മദീനത്ത് വന്നാൽ തങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയ ഭക്ഷണം കൊടുക്കുക. അതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോ പള്ളിക്ക് മദ്രസം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യം കഴിഞ്ഞ് മിച്ചുണ്ടെങ്കിൽ തന്നെ കൊടുക്കൂല. അതിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വളരെ കുറഞ്ഞ വലിയ കുഴപ്പമില്ലാതെ കീറി ബാങ്കിൽ എടുക്കാത്ത നോട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. സ്വഹാബികൾ ചെയ്തത് അങ്ങനെയല്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമായത്, അവർക്ക് ഏറ്റവും അവർക്ക് തന്നെ ആവശ്യമുണ്ട്, എന്നാലും അള്ളാഹുവിന്റെ ആവശ്യമാണ് മുന്നിൽ എന്ന് പറഞ്ഞു കൊടുത്തവരാണ്. അങ്ങനെ നമ്മുടെ പള്ളികൾക്കൊക്കെ പിന്നെ വഖഫ് സ്വത്തുകൾ ഉണ്ടായത്. ഇവിടെ ഈ ലാൻഡ് നമുക്ക് നൽകിയ ഒരു ഇതിലേക്ക് കുറച്ച് സ്ഥലം അനുവദിച്ച ഒരു ഹൈന്ദവ സഹോദരൻ, എന്താ പ്രസാദം, പ്രസാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സ്ട്രോക്ക് ആയിട്ട് ആശുപത്രിയില്ല എന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മസ്ജിദിനും അനുബന്ധ കാര്യങ്ങൾക്കും ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ നന്മക്ക് പകരം പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ശമനം നൽകി, ശിഫ നൽകി, പൂർണ്ണാരോഗ്യം അള്ളാഹു നൽകട്ടെ. ഹിദായത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കാരണവന്മാർ, മുൻഗാമികളായ ആളുകൾ, അവരൊക്കെ നമ്മുടെ പള്ളികൾക്ക് സ്ഥലം കൊടുക്കും. ഇന്ന് ആരെങ്കിലും പള്ളിക്ക് വഖഫ് കൊടുക്കുന്നുണ്ടോ? 5 സെന്റിന്റെ വക പള്ളിക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ കിട്ടിയത് നമ്മൾ പോയി മരിച്ചു കിടക്കുന്ന സ്ഥലം പോലും നമ്മുടെ മുൻഗാമികൾ കൊടുത്തതല്ലേ? അന്ന് ഒരു നാട്ടിലെ ഏറ്റവും വലിയ വീട് ആ നാട്ടിലെ പള്ളിയായിരിക്കും. സ്വന്തം വീടൊക്കെ ചെറുതായിരിക്കും, എന്നാലും അള്ളാഹുവിന്റെ വീട് വലുതാവട്ടെ. അള്ളാഹുവിന്റെ വീടിന് തെങ്ങുകളായിട്ടും കൃഷിയായിട്ടും റബ്ബറായിട്ടും സ്ഥലമായിട്ടും വസ്തുവായിട്ടും നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിരുന്ന നമ്മുടെ ഉപ്പരും നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഒക്കെ അവരുടെ ഈമാനിന്റെ എത്രയോ താഴെയാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കീശയിലെ പൈസ എന്തെങ്കിലും എടുത്തെടുത്ത് ഈ ഒരു ബാധ്യത തീർക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുമേ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലും നമ്മളെ കൊണ്ടാവുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഉപ്പാപ്പമാരുടെ കയ്യിലുണ്ടായിരുന്നതിനേക്കാളും സമ്പാദ്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അന്ന് ഒരണ, അരണ, 4 അണ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ സമ്പാദ്യങ്ങള്. സുബ്ഹാന ജല്ല ജലാലു. മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ഇങ്ങനെ ചോദിക്കും ചില ആളുകൾ. പക്ഷേ ചില ആളുകൾ നബി തങ്ങളോട് സ്വർഗം ചോദിച്ചു വാങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു. മഹാനായ റബീഅത്ത് ഇബ്നു മാലിക് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോടാണ് സൽനി യാ റബീഅ, ചോദിച്ചോളൂ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഹദീസിൽ കാണാം, ആളുകൾ നബി തങ്ങളോട് ഭക്ഷണവും വസ്ത്രവും പൈസയും ചോദിക്കുന്ന കാലത്ത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു. തങ്ങൾ ചോദിച്ചു, എന്താ വേണ്ടത് റബീഅ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി അവന്റെ റസൂലിന്റെ ഖാദിമീങ്ങളിൽപ്പെട്ട ഒരു ഖാദിമാണ്. അവര് പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്, നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യം എനിക്ക് വേണം നബിയെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്,
നബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ. ആസിയ ബീവി ചോദിച്ചത് അങ്ങനെയാണ്, സഅലത്തിൽ ജിവാറ ഖബലൽ ബൈത്ത്, വീട് ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സാന്നിധ്യം ചോദിച്ചു ആസിയ ബീവി. അള്ളാഹുവേ, എനിക്ക് ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ, എനിക്ക് നിന്റെ അരികത്ത് ഒരു സ്വർഗത്തിലെ വീട് വേണം റബ്ബേ. നിന്റെ അരികത്ത്, നിന്റെ ചാരത്ത്. സുഹ്ബത്ത് വലിയൊരു വിഷയമാണ്. നമ്മുടെ അരികത്ത് നല്ല അയൽവാസികൾ ഉണ്ടാകുന്ന നന്മയാണ്. മരിച്ചു കിടക്കുമ്പോ തൊട്ടടുത്ത ഖബറിലെ ആള് സ്വാലിഹായ ഒരു മനുഷ്യനാവുന്നത് നന്മയാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. ചില ഖബറുകളെങ്കിലും എന്നെ മക്കളെ ഒന്ന് മാറ്റണമേ, എന്റെ ഖബറിന്റെ മക്കളെ വാപ്പാനെ തൊട്ടടുത്തേക്കൊന്ന് മാറ്റിക്കിടത്തണം, എന്റെ തൊട്ടരികത്തുള്ള ആൾക്ക് കൊടുക്കുന്ന അദാബിന്റെ ഒച്ചപ്പാട് കൊണ്ട് എനിക്കിവിടെ വിശ്രമിക്കാൻ പറ്റുന്നില്ല എന്ന് സ്വപ്ന ദർശനമുണ്ടായി വാപ്പമാരുടെ ഖബറുകൾ മാറ്റിയത് അല്ലാമ ഇബ്നു അബി ദുനിയയുടെ കിതാബുകളിൽ വായിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഇപ്പോഴത്തെ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. നിങ്ങൾ കാണുന്നില്ലേ പല വാർത്തകളും, ഖബർ മാറ്റിക്കുത്താൻ വേണ്ടി സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാവും. എന്തേ? തൊട്ടടുത്ത അയൽവാസി മോശക്കാരനായിരിക്കും, നല്ല ഇടി കൊടുക്കണ്ടാവും അവിടെ. അപ്പൊ ഇപ്പുറത്തുള്ള ആൾക്ക് വിശ്രമിക്കാൻ പറ്റണില്ല, എന്നെ മാറ്റിക്കിടത്തു. ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഖബറിൽ കിടക്കുമ്പോ ഒരു നല്ല മനുഷ്യൻ അരികത്തുണ്ടാവണം എന്നൊക്കെ പറഞ്ഞ അതിൽ വലിയ കാര്യമുണ്ടോ? ആയിഷ, ജീവിച്ചിരിക്കുമ്പോ നല്ലൊരു അയൽവാസിയെ കിട്ടുമ്പോ ഉപകാരമുണ്ടോ? ഉണ്ട്. എന്നാൽ ഖബറിലും അങ്ങനെയാണ്. ഖബറിൽ പോയി കിടക്കുമ്പോഴേ നല്ലൊരു മനുഷ്യന്റെ അടുത്ത്, ഒരു കള്ളുടിന്റെ അടുത്താണ് ഖബർ കിട്ടിയതെങ്കിൽ ബുദ്ധിമുട്ടാണ്. സ്വാലിഹായ ഒരു മനുഷ്യന്റെ അരികത്താണ് ഖബർ കിട്ടുന്നതെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ട വീടല്ലേ, ആ വീട് ഒരു നല്ല മനുഷ്യന്റെ അരികത്ത് കിട്ടുക, അതൊരു ഭാഗ്യമാണ്. അള്ളാഹിനോട് ചോദിച്ചോളൂ, പടച്ചവനോട് ചോദിക്കും, അല്ലാഹുവേ, നമ്മൾ അത്രയൊന്നും നന്മ ചെയ്ത ആളൊന്നും അല്ല റബ്ബേ, എന്നാലും സജ്ജനങ്ങളുടെ കൂടെ കൊണ്ടുപോയി കിടത്തിത്തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം. സഅലത്തിൽ ജിവാറ ഖബലൽ ബൈത്ത്, വീട് വേണമെന്ന് അള്ളാഹിനോട് ചോദിക്കുന്നതിന്റെ മുമ്പ് ആസിയ ബീവി ചോദിച്ചു, റബ്ബേ, നിന്റെ അരികത്ത്. യാ അല്ലാഹ്, വമറിയം ഇബ്നത ഇംറാൻ അല്ലതി ومريم ابنة بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഫറോ ഉപദ്രവിച്ചപ്പോ, അള്ളാഹുവേ, എന്റെ ഭർത്താവ് ഫറോവ കിങ്കരനായ ഭരണാധികാരി, അധികാരമുണ്ട്, സമ്പത്തുണ്ട്, സൈന്യമുണ്ട്, പട്ടാളമുണ്ട്. റബ്ബേ, വിശ്വാസികളെ അതിക്രൂരമായി ശിക്ഷിക്കുകയാണ്. അല്ലാഹുവേ, നീ രക്ഷിക്കണേ, നാളെ നിന്റെ അരികത്ത് എനിക്കൊരു വീട് തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഫറോവയുടെ ഭാര്യ സത്യവിശ്വാസികൾക്ക് മുഴുവനും, ആണിനും പെണ്ണിനും ഉദാഹരണമാണ്. ആണിനും പെണ്ണിനും വിശ്വാസികൾക്ക് ഉദാഹരണമായി റബ്ബ് നിശ്ചയിച്ചതൊരു പെണ്ണിനെയാണ്. രണ്ട് പെണ്ണുങ്ങൾ, ഒന്ന് ആസിയ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് മറിയം ബീവി. അഹ്സനത് ഫർജഹ, വ്യഭിചാരം ചെയ്തില്ല മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്ന് ഖുർആൻ ചെറുപ്പക്കാരിയായ മഹദിയെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു തെറ്റിലേക്കും പോയില്ല. ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന മോളാണ് മറിയം, ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ. അവർ രണ്ടുപേരുമാണ്. നോക്കണം, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം അല്ലാഹ് വെച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ്. പിന്നെ അവിശ്വാസികൾക്ക് ഉദാഹരണം വെച്ചത് രണ്ട് പെണ്ണുങ്ങളാണ്. അതും രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ. പക്ഷെ അവർ മോശക്കാരായിരുന്നു. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. ലൂത്ത് അലൈഹിസ്സലാമിന്റെയും നൂഹ് അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർ, രണ്ടുപേരുടെയും പെണ്ണുങ്ങൾ, അവരാണ് അവിശ്വാസികൾക്കുള്ള ഉദാഹരണം. അല്ലാഹ് നശിപ്പിച്ചു അവരെ. ഒന്നും അവർക്ക് രക്ഷ കിട്ടിയില്ല. നമ്മൾ ജോർഡാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് കയറി ചാവുകടലിനോട് ചാരി ഇങ്ങനെ താബയിലേക്ക് ഈജിപ്തിന്റെ ഭാഗത്തേക്ക് യാത്ര തുടങ്ങിയാൽ
ഒരു ചെറിയ ബോർഡ് കാണും, സൗജത്തു ലൂത്ത്, ലൂത്തിന്റെ വൈഫ് ഓഫ് ലോട്ട്, LOT, ലൂത്ത് നബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൂത്ത് നബിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു പാറക്കൽ, അത് ചെളിക്ക് ഭൂമി മറിച്ചിട്ട പോലെ അവിടെ കാണുകയും ചെയ്യും. ഭൂമി കീഴ്മേൽ മറിച്ചിട്ട പോലെ അവിടെ കാണുന്ന ഒരു, ആ ഭൂമിയുടെ പ്രത്യേകത കണ്ടാൽ മനസ്സിലാവും ഇത് അകത്തുള്ളത് പുറത്തേക്ക് വന്നതാണെന്ന്. ശരിയായ മലയല്ല, ചെളിയാണ്. അതിൽ ഒരു പെണ്ണിന്റെ രൂപം തോന്നിക്കുന്ന ഒരു പാറക്കല്ലുണ്ട്. അത് ലൂത്ത് നബിയുടെ ഭാര്യയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നൊന്നുമില്ല, കിതാബിലൊന്നും ഇല്ല അത്. പക്ഷെ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ നിൽക്കും, നോക്കിയിട്ട് കണ്ടാൽ ഇങ്ങനെ ഒരു പെണ്ണുങ്ങ നിൽക്കുന്ന പോലെ, മലയുടെ മുകളിൽ ഒരു പെണ്ണിന്റെ രൂപം പോലെ. ചരിത്രത്തിൽ അങ്ങനെയാണ്. ലൂത്ത് നബിയുടെ ഭാര്യ ശിക്ഷിക്കപ്പെട്ടവളാണ് എന്ന് ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും അറിയാം, നമ്മുടെ ഗ്രന്ഥങ്ങളിലുമുണ്ട്. അത് ആ പാറക്കല്ല് ഒരു പെണ്ണിനെ പോലെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ തോന്നും, ഒരു പെണ്ണിങ്ങനെ നിൽക്കണ പോലെ അങ്ങനെ തോന്നും എന്ന് വിചാരിച്ചാൽ അതാണ് എന്നൊന്നും നമുക്കറിയില്ലേ. പക്ഷെ അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഗവൺമെന്റിന്റെ ബോർഡ് റോഡ് സൈഡിൽ തന്നെ കാണും, സൗജത്തു ലൂത്ത്, ആരോമാർക്കും കാണും. അതാണ് സുബ്ഹാനല്ലാഹ്. അവർ താമസിച്ചത് ചാവുകടലിന്റെ അടുത്താണ്, ഡെഡ് സീയുടെ അടുത്താണ്. ചാവുകടൽ അതിന് മുമ്പുണ്ട് കേട്ടോ. നമ്മൾ പറയും ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചപ്പോഴാ ചാവുകടൽ ഉണ്ടായത് എന്നൊക്കെ നമ്മൾ അറിയാതെ പറയേണ്ടത്. അങ്ങനെയൊന്നുമല്ല. ചാവുകടലിന്റെ ആയുസ് നൂറ്റാണ്ടുകളാണ്, ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുള്ള സാധനമാണ് ചാവുകടല്. പക്ഷേ ആ കറിയ, അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്രാമത്തെയാണ് അള്ളാഹു നശിപ്പിച്ചത്. അത് നമുക്ക് ഇന്ന് ആ പരിസരത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം ആ ഒരു ഏരിയ തന്നെ ചാവുകടലിന്റെ പരിസരം, അതായത് ജോർഡാനിന്റെ സൈഡിലുള്ള ഭാഗം. ഇപ്പുറത്തുണ്ട് സൗജത്തു നൂഹ് എന്ന ലൂത്ത് നബിയുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു ശിലാരൂപം ജോർഡാനിന്റെ സൈഡിലുണ്ട്, ചാവുകടലിന്റെ രണ്ട് സൈഡ്. ഈ ചാവുകടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കുളമാണ്, ഒരു കുളമാണ് ശരിക്കും. ചാവ് കടലല്ല, അതിങ്ങനെ കുളമാണ്. അത് വേറെ ഒരു കടലുമായിട്ട് ഇതിന് ബന്ധമല്ല. ഭൂമിയിലെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഏകദേശം 300-ലേറെ മീറ്റർ, 400 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലത്താണ് ചാവുകടലുള്ളത്. അദ്നൽ അർള് എന്ന് പറഞ്ഞ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ഖുർആനിന്റെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ്. ചാവുകടലിന്റെ അടുത്താണ് ആ യുദ്ധം നടന്നത്. അത് അദ്നൽ അർളാണ്, ഏറ്റവും താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. ഭൂമിയിൽ എത്രയും താഴ്ചയുള്ള വേറെ സ്ഥലം ലോകത്തില്ല. അതാണ് ചാവുകടൽ. ഏറ്റവും ഉപ്പുള്ളത്, അതിൽ ജീവനുള്ള ഒരു സാധനമില്ല. അതുകൊണ്ടാണ് ചാവുകടൽ ഡെഡ് സീ എന്ന് പറയാൻ കാരണം. ഒരു തവള പോലും ഇല്ല, ഒരു മീനോ, ഒരു സാധനം അതിലുണ്ടാവില്ല, അത്രയും ഉപ്പാണ്. അതുകൊണ്ടാണ് അതിൽ മുങ്ങിയ ആൾക്കാരൊക്കെ മേലോട്ട് പൊങ്ങി ഇങ്ങനെ വരും. ആരും നീന്തറിയാത്ത ആൾക്കാർക്കൊക്കെ മുങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ചാവുകടൽ. ഇപ്പോഴും ആളുകളൊക്കെ നിന്നിട്ട് അവിടെ കിടന്നിട്ട് പുസ്തകമൊക്കെ വായിക്കും. വെള്ളത്തിൽ താവില്ല, എത്ര അടി പോയാലും മേലേക്ക് പൊങ്ങി വരും. അത്രയും അത്ഭുതമുള്ള ഒരു സൃഷ്ടിപ്പ് കൂടിയാണത്. അതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ മീറ്റർ വെള്ളം താന്നുകൊണ്ടിരിക്കുക. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. 50 കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ വരണ്ട് ഒരു പാടം പോലെ കിടക്കും. അവിടേക്ക് വെള്ളം വരുന്നില്ല. പുറത്തേക്ക് വെള്ളം വരേണ്ടത് ഗലീലിയോ സീയിൽ നിന്നാണ്. ദ സീ ഓഫ് ഗലീലി എന്ന് പറഞ്ഞ തൊബരി തടാകം. മസീഹു ദജ്ജാലിന്റെ കാലത്ത് യജൂജ് മഅജൂജുകൾ കുടിച്ചു തീർക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ തൊബരി തടാകം, അതിനെന്ന് പറയുന്ന പേര് ഗലീലിയോ, ദ സീ ഓഫ് ഗലീലി. അത് ഫലസ്തീനിലാണ്, ഇസ്രായേലിന്റെ കയ്യിലാണ്. അവിടെ നിന്നാണ് വെള്ളം ചാവുകടലിലേക്ക് വരേണ്ടത്, ജോർഡാൻ നദി വഴി. പക്ഷെ അത് അവർ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ വെള്ളം കിട്ടൂല, അതുകൊണ്ട് മഴയില്ല, വെള്ളം വരുന്നില്ല. അപ്പൊ ഉള്ള വെള്ളം ഇങ്ങനെ ബാഷ്പീകരണം കൊണ്ട് അതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്നത് ചാവുകടലിന്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വെള്ളത്തിന്റെ അടയാളങ്ങൾ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിനറൽസ്, ഒരുപാട് ലവണങ്ങൾ എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് ചാവുകടൽ. ഒരുപാട് ഉപ്പിന്റെ ഫാക്ടറികളുണ്ട്, ഫോസ്ഫറസിന്റെ ഒരുപാട് മിനറൽസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ നാടെന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയയാണ്, ഇറാഖാണ്. ഇന്നത്തെ ഇറാഖിന്റെയും തുർക്കിയുടെ ഈസ്റ്റേൺ സൈഡും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പഴയകാലത്തെ മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയയിലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായതും ആ ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. ഏതായിരുന്നാലും 2 പ്രവാചകന്മാരുടെ ഭാര്യമാർ, നോക്കണം, നബിമാർ എത്ര മഹത്വമുള്ളവരാ. പക്ഷെ പെണ്ണുങ്ങൾ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ശത്രുക്കൾക്ക് സഹായം ചെയ്യുകയും ധർമ്മത്തെ, സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തങ്ങളുടെ ഭർത്താക്കന്മാരായ പ്രവാചകന്മാർക്കെതിരെ പോലും. അവരെയാണ് അല്ലാഹു അവിശ്വാസികൾക്ക് ഉദാഹരണമായി വെച്ചത്. വളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്.
എന്റെ സജ്ജനങ്ങളായ 2 മനുഷ്യന്മാരുടെ കീഴിൽ ജീവിച്ചവരാണ് അവർ. അവരുടെ സ്വകാര്യം അറിഞ്ഞവരാണ്, അവരുടെ ജീവിതം പകുത്തവരാണ്, അവരുടെ ഭാര്യമാരാണ്, അവരുടെ കിടപ്പറ പങ്കിട്ടവരാണ്. പക്ഷേ ദഅവത്തിന്റെ രംഗവും ദഅവത്തുമായി അവർ രംഗപ്രവേശനം ചെയ്തപ്പോ അവരത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവരതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ വന്നപ്പോ ഒന്നുമേ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായില്ല. നാളെ നരകത്തിലേക്കെന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. യാ അല്ലാഹ്, വിശ്വാസികളുടെ ഉദാഹരണം പെണ്ണുങ്ങൾ തന്നെയാണ്, അവിശ്വാസികൾക്ക് ഉദാഹരണവും ഖുർആൻ പറഞ്ഞത് പെണ്ണുങ്ങളാണ്. മുഅ്മിനീങ്ങളുടെ ഉദാഹരണം ആസിയ ബീവിയാണ്, മഹദിയായ മറിയം അലൈഹിസ്സലാം, 2 പേരാണ്. അതിൽ ആസിയ ബീവി റബ്ബിനോട് ചോദിച്ചത് അതാണ്, എനിക്ക് വീട് വേണം അല്ലാഹുവേ നിന്റെ അരികത്ത്. ചോദിച്ചത് നിന്റെ അരികത്തൊരു വീട് വേണം. വീട് വേണം നിന്റെ അരികത്ത് എന്നല്ല, നിന്റെ അരികത്ത് എന്ന് ആദ്യം പറഞ്ഞു. കൊട്ടാരവും ഫറോവയുടെ ഈ അധികാരവും ഇതൊന്നും എനിക്ക് വേണ്ട റബ്ബേ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഫറോവ ചുട്ടുപഴുത്ത കുന്തം എന്ന് പറഞ്ഞ സാധന സ്പിയർ, അതിന്റെ അഗ്രഭാഗം ഇരുമ്പാണ്. അത് പഴുപ്പിച്ച് മഹദിയുടെ ദേഹത്ത് കുത്തുമായിരുന്നു. വേദന കൊണ്ട് പൊളയുമ്പോ മഹദി പറഞ്ഞ വാക്കാണത്, ഞാൻ മൂസാ നബി നബിയല്ലെന്നും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞാൽ ആ ബീവിയെ കൊട്ടാരത്തിലേക്ക് ഫറോവ കൈപിടിച്ചു കൊണ്ടുപോകും. എല്ലാം ക്ലിയർ ആവും. പക്ഷേ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല വിശ്വാസത്തിൽ. അതിന്റെ പേരിൽ ആ മഹദി കൊല്ലപ്പെട്ടു, ഷഹീദായി മാറുകയാണ് ഉണ്ടായത്. ആ മഹദി ചോദിച്ചു, റബ്ബേ എനിക്കിതൊക്കെ നഷ്ടപ്പെട്ടാലും നാളെ നിന്നെ കാണണം, നിന്റെ അരികത്ത്. അതാണ് സ്നേഹം, അല്ലാഹുവിനെ കാണണമെന്ന ആഗ്രഹം. പടച്ച തമ്പുരാന്റെ അരികത്തേക്ക് എത്തണം. മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചോളൂ, റബീഅ എന്താണ് വേണ്ടത്? അതിന് മഹാൻ കൊടുത്ത മറുപടി എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, അങ്ങയുടെ കൂടെ, I need your companionship in Jannah, in paradise. സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്കിരിക്കണം, അങ്ങയുടെ സുഹബത്ത് എനിക്ക് വേണം, അങ്ങയുടെ മുറാഫഖത്ത് എനിക്ക് വേണം, അങ്ങയുടെ കൂടെ മുജാലസ, അങ്ങയുടെ കൂടെ ഇരിക്കണം എനിക്ക്. അതിനെന്താണ് നബിയെ ഞാൻ ചെയ്യേണ്ടത്? തങ്ങൾ പറഞ്ഞു, ഞാനത് വാങ്ങിച്ചു തരാം, ചെറിയൊരു സഹായം ചെയ്യണം. നിങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കണേ, ഒരുപാട് സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കണം, സുജൂദിന്റെ എണ്ണം കൂട്ടണം. തറാവിയൊക്കെ വരുമ്പോൾ പല ചർച്ചയും വരും. 20 റക്അത്ത് വേഗം നിസ്കരിക്കലാണോ, 8 റക്അത്ത് കുറെ വൈകിപ്പിച്ച് നിസ്കരിക്കുന്നതിനേക്കാളും കുറെ നീട്ടി നിസ്കരിക്കുമ്പോ 8 അല്ലേ നല്ലത്, 20 തന്നെ എന്നൊക്കെ ചർച്ച വരും. സത്യത്തിൽ 20 തന്നെയാണ്. അതിൽ കസറത്തു സുജൂദ് എന്നൊരു വിഷയം വരുന്നുണ്ട്. മറ്റേത് കസറത്തുൽ ഖിറാഅ, ഒരുപാട് ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ വരും. 20 ഒരുപാട് ഖുർആൻ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ്. അതിന് പറ്റില്ലെങ്കിൽ തന്നെയും അത് കസറത്തു സുജൂദ്, ഒരുപാട് സുജൂദിന്റെ എണ്ണം കൂടൂലേ? 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എത്ര സുജൂദ് കിട്ടി? 40 സുജൂദ് കിട്ടിയില്ലേ? 40 സുജൂദ്. ഓരോ സുജൂദും അല്ലാഹു നമ്മുടെ സ്ഥാനം ഉയർത്തുകയും നമ്മുടെ തെറ്റുകൾ അല്ലാഹു നീക്കിക്കളയുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് സുജൂദിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അത് എപ്പോഴും നല്ലതാണ്, അതെപ്പോഴും പുണ്യകരമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റബീഅ നിങ്ങൾ എന്നെ സഹായിക്കണം, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തിന്റെ കൂടെ ഇരിക്കാനുള്ള അവസരം വാങ്ങിച്ചു തരാം. നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കണേ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ എന്റെ ശരീരത്തോടും എന്റെ നഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ. സുന്നത്ത് നിസ്കരിക്കുമ്പോഴേ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ, അപ്പോഴേ അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ. അല്ലാഹു നമുക്കതിനെ സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ആ ദമുശ് ശരീഫ്, അവിടുത്തെ ശ്രേഷ്ഠമായ രക്തം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ലാ തമസ്സുകന്നാർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈറേ, നിങ്ങളുടെ ശരീരം ഇനി നരകം തൊടുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ടത്, പുണ്യ നബിയുമായി ബന്ധപ്പെട്ടത്, അല്ലാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ടത്, സ്വാലിഹീങ്ങളായ ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആധാറുകൾ, അവരുടെ മഖാമുകൾ, അവരിരുന്ന സ്ഥലം, അവരെ ഇബാദത്ത് ചെയ്ത സ്ഥലം, അവര് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലം, ഇതൊക്കെ പുണ്യമാണ്, മഹത്വമുള്ളതാണ്. എന്തേ? അതൊക്കെ ഇബാദത്തിന്റെ അവസ്ഥകളാണ്. ഇബാദത്തുമായി റബ്ബുമായി ബന്ധിച്ച സ്ഥാനങ്ങളും സ്ഥലങ്ങളും സംഭവ
സംഭവങ്ങളും ഒക്കെയാണ്. അത്തരം ഹദറത്തുകളിൽ ദുആക്ക് ഉത്തരമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അരികത്തിരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദുആകൾക്ക് ഉത്തരം നൽകട്ടെ. ആമീൻ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ ചെറുപ്പക്കാരനായ അസ്മാ ബീവിയുടെ മോനെ പറ്റി പറയുമ്പോൾ ചില രാത്രികളിൽ മഹാനവറുകൾ റുകൂഇൽ മാത്രമായി 2 റക്അത്ത്, അതിലേറ്റവും കൂടുതൽ അദ്ദേഹം നിന്നത് റുകൂഇൽ, ദീർഘമായ റുകൂഇ ചെയ്ത് രാത്രികൾ ചെലവഴിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില രാത്രികൾ ദീർഘമായ സുജൂദുകളാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു തൂണ് പോലെ തോന്നുമായിരുന്നു. അനങ്ങാതെ, തല പോലും അനങ്ങാതെ, ശരീരം അനങ്ങാതെ ഒരു തൂണ് നിൽക്കുന്ന പോലെ നിൽക്കുമ്പോൾ ഹറമിലെ പ്രാക്കള് വന്ന് മഹാന്റെ തലയിൽ വന്നിരിക്കുമായിരുന്നു. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഹറമിൽ ഷഹീദായ മഹാനാണ്. ഹറമിൽ കൊല്ലപ്പെടാനുണ്ടായത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാന ഭാഗം സങ്കടപ്പെടുന്നതാണ്. അതുമാത്രമല്ല, കഅബാലയം ഏതെങ്കിലും ഒരു സ്വഹാബി നീന്തി തവാഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീന്തി കഅബക്ക് തവാഫ് ചെയ്യാം. തവാഫ് ചെയ്യുന്നത് കഅബയുടെ അടുത്ത് എത്തുന്നവർക്ക് ഏറ്റവും വലിയ ഇബാദത്താണ്. അള്ളാഹുവിന്റെ സുന്നത്താണ്. അമ്പിയാക്കന്മാർ ചെയ്ത കാര്യമാണ്. ഉംറക്ക് പോകുമ്പോഴൊക്കെ തവാഫ് ചെയ്യൂലേ? ഇടത് ഭാഗത്താണ് കഅബ. നമ്മുടെ ഇടത് ഭാഗത്തെ കഅബ വരിക. കാരണം നമ്മുടെ ഖൽബ് കിടക്കുന്നത് ഇടത് ഭാഗത്താണ്. ഹൃദയം കഅബയോട് ചേർന്ന് കിടക്കുന്നു. ഒരു പ്രത്യേകതയുണ്ട് അതിന്. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോ നമ്മുടെ ഖിബില ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ എല്ലാ പള്ളികളും, എല്ലാ മസ്ജിദുകളും, മുസല്ലകളും നമ്മുടെ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ വിശുദ്ധമായ മക്കയുടെ ഒരു വശത്തേക്ക് നമുക്ക് തിരിയാൻ പറ്റും. ഇന്ത്യ രാജ്യത്തിന് ഒരു ഖിബില ഉണ്ടാവും അല്ലെ? ഓരോ നാടിനും. പടിഞ്ഞാറായിട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക എന്ന് പറയും. എല്ലാ നാട്ടിലും പടിഞ്ഞാറല്ലല്ലോ. നിങ്ങൾ തുർക്കി പോയി, തുർക്കി ചെന്നാൽ അവിടുന്ന് ഖിബില കിട്ടുന്നത് പിന്നെ കിഴക്കാണ്. കിഴക്ക് തിരിഞ്ഞാലേ ഖിബില കിട്ടുള്ളൂ. പടിഞ്ഞാട്ട് തിരിയാത്ത മനുഷ്യനാണെന്നൊക്കെ പറയും നിസ്കരിക്കാത്ത ആളെ പറ്റി. അത് കേരളത്തിൽ നിൽക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. നാട് മാറി ചെന്നാൽ സ്ഥലങ്ങൾ മാറുന്നതനുസരിച്ച് ഡയറക്ഷൻ മാറുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഓരോ നാട്ടിൽ നിന്നും ഒരു ഭാഗത്തേക്ക് തിരിയാൻ കഴിയും. ചിലര് വീട്ടിൽ നിന്നൊക്കെ വെറുതെ ഒന്ന് കുറച്ച് വലത്തോട്ട് തെറ്റിക്കളി എന്ന് പറയും. കഅബ ക്ലിയർ ആണെങ്കിൽ, ഖിബില ക്ലിയർ ആണെങ്കിൽ തെറ്റേണ്ട ആവശ്യമില്ല. വെറുതെ വലത്തോട്ട് തിരിയൽ സുന്നത്താന്ന് ആരോ വിചാരിച്ചത്. കഅബ കൃത്യം അതിന് മനസ്സിലാക്കാൻ കോമ്പാസുകളുണ്ട്, ഖിബില ഫൈൻഡർ ആപ്പുകളൊക്കെ ഉണ്ട്. വളരെ സൗകര്യമാണ്. ശരിക്കും കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആപ്പ് കറക്റ്റ് ആണോ എന്ന് പള്ളിയിലൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അനുമാനിക്കാം. ഇത് ഏകദേശം സെമി ആക്യുറേറ്റ് എങ്കിലും ആയിരിക്കും ഈ ഖിബില ആപ്പുകളൊക്കെ. അല്ലെങ്കിൽ കോമ്പാസ് വെച്ച് നോക്കാം. ഒരു ഭാഗത്തിനെ കഅബയെ കിട്ടുള്ളൂ. പക്ഷേ കഅബയെ ഒരാൾ നേരിട്ട് കാണുമ്പോ കഅബയെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചുറ്റാനുള്ള അവസരം നൽകുകയാണ് തവാഫ്. അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് ആ തവാഫ് സുന്നത്താവാൻ കാരണം ഒരു ഭാഗത്തിനല്ലേ കഅബയെ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ നാട്ടിലായിരുന്നപ്പോ ഇനി കഅബയെ ഒന്ന് എൻകംപാസ്, കഅബയെ ഒന്നാകെ നിങ്ങളൊന്ന് ചുറ്റിയെടുക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്താണത്. കഅബയെ തവാഫ് ചെയ്യുകയാണ്. അന്ന് മക്കയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായി. സ്വഹാബികളൊക്കെ പേടിച്ചു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. അന്ന് ആളുകൾ ഹറമിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയമാണ്. വെള്ളപ്പൊക്കം വന്ന് എന്താകുമെന്നറിയില്ല. കഅബാലയത്തിന്റെ ചുമരുകൾ പൊളിഞ്ഞു വീഴുമോ എന്ന് പോലും പേടിച്ചു. ആ സമയത്തുള്ളൊരു മഹാൻ അരമുണ്ട് ധരിച്ച് വെള്ളത്തിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവാണ്. കഅബാലയത്തിന്റെ മതാഫ് മുഴുവൻ വെള്ളം നിറഞ്ഞ് കെട്ടി നിൽക്കുന്ന സമയത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന് പറയുന്ന സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടി അസ്മാ ബീവിയുടെ മോന് ഹവാരി റസൂലുള്ളാഹി സുബൈർ ഇബ്നുൽ അവ്വാം എന്നവരുടെ മകൻ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നിവരെ കഅബാലയത്തിന്റെ ചുറ്റും നീന്തി തവാഫ് ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാർ അതിന് സാക്ഷികളാണ്. ചരിത്രം പറയും, ആരെങ്കിലും ഒരാൾ ലൈസ ലനാ അഹദുൻ ത്വാഫ ബിസ്സൈലി സാബിഹൻ ഇല്ലാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം അങ്ങനെയാ രേഖപ്പെടുത്തുന്നത്. നീന്തി തവാഫ് ചെയ്ത ഒരാൾ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ്. അത്രയും ഇബാദത്തിന് കിട്ടിയ സൗഭാഗ്യം കിട്ടിയ മഹാന. പുണ്യനബി തങ്ങളല്ലേ മധുരം തൊട്ട് കൊടുത്തത്, തങ്ങളല്ലേ പേര് വിളിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ അരികത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുക. അവര് പേര് വിളിക്കട്ടെ.
ഏഴാം നാളിൽ ഏഴാമത്തെ ദിവസം അത് സുന്നത്താണ്. കുട്ടിയുടെ തല മുണ്ഡനം ചെയ്യുന്നതും ആ മുടിയുടെ തൂക്കം സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യുന്നതും കുട്ടിയുടെ പേര് വിളിക്കുന്നതും തഹ്നീക്ക് ചെയ്യുന്നത്, തഹ്നീക്ക് നമ്മൾ പ്രസവിച്ച ഉടനെ തന്നെ ചെയ്യും. പക്ഷെ കുട്ടിയുടെ തല മുണ്ഡനം ചെയ്യുന്നതും പേര് വിളിക്കുന്നതൊക്കെ ഏഴാം നാളിന്റെ അന്ന് പ്രത്യേകമായ സുന്നത്താണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ 7ന്റെ അനുബന്ധ ദിവസങ്ങൾ 14, 21 അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസമയങ്ങളാവാം. പക്ഷേ 7ന്റെ അന്ന് അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോ കുട്ടിക്ക് മധുരം കൊടുക്കുന്നത്, മധുരം എന്ന് പറയുന്നത് ആ മധുരത്തിന്റെ നീര് മാത്രമാണ്. അത് സ്വാലിഹായ ഒരു മനുഷ്യൻ ചവച്ച അവരുടെ ഉമിനീരുമായി കൂടിക്കലർന്ന ഒരൽപ്പം ആ മധുരത്തിന്റെ നീര് കുഞ്ഞിന്റെ തൊണ്ണിൽ വിരലുകൊണ്ട് തുടച്ചു കൊടുക്കുന്നതാണ് തഹ്നീക്ക് എന്ന് പറയുന്നത്. അത് പുണ്യനിബിധങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരുപാട് കുട്ടികളെ ഹബീബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഹിജറ കഴിഞ്ഞ് ചെന്ന് മദീനയിലെത്തിയപ്പോ ആദ്യമായി ഹബീബിന്റെ മുമ്പിൽ വന്ന കുട്ടിയാണിത്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ചില കുട്ടികളൊക്കെ നബിയുടെ മടിയിൽ മൂത്രമൊഴിക്കാറുണ്ട്. പക്ഷെ നബിതങ്ങൾ ഒരിക്കലും ആ കുട്ടികളെ എടുത്തു കൊടുക്കേ, മൂത്രമൊഴിച്ചു എന്ന് വിചാരിച്ച് ഒരു വിഷമം കാണിക്കേ, അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്തെങ്കിലുമൊക്കെ ഒരു തുണി കഷ്ണമെങ്കിലും വെച്ചു കൊടുക്കണ്ടേ എന്ന് പറയേ, ചീത്ത പറയേ, ഒന്നും ചെയ്യില്ല. ഒരു കുട്ടി നബിതങ്ങളുടെ മടിയിൽ കിടന്ന് മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബിമാർ, നബിയെ ഞങ്ങൾ എടുത്തേക്കാം കുട്ടിയെ. തങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, അവൻ മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പുണ്യ നബി കുട്ടിയെ ഏൽപ്പിച്ചിട്ട് തങ്ങൾ പോയി ഡ്രസ്സ് കഴുകി വന്നു എന്ന് ഹദീസിൽ കാണാം. സ്വല്ലല്ലാഹു അലൈഹി. വലിയ ഇഷ്ടമായിരുന്നു കൊച്ചുമക്കളെ. കൊച്ചു കുട്ടികളെ കണ്ടാൽ നബി തങ്ങൾ എടുക്കും. എന്നിട്ട് ആ മക്കളുടെ തലയിൽ നബി തങ്ങൾ ഊതി കൊടുക്കും. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാ പിശാചിന്റെ ദുർമന്ത്രങ്ങളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന്, ദുഷിച്ച കണ്ണുകളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് കാവൽ നൽകട്ടെ അവന്റെ കലിമത്തുകളുടെ ഹക്ക് കൊണ്ട് എന്ന് പുണ്യ നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ കാണുമ്പോൾ നബി തങ്ങൾ തലയിൽ കൈവച്ചവർക്ക് ദുആ ചെയ്തു കൊടുക്കും. പിഞ്ചു മക്കളെ കാണുമ്പോൾ അവരെ കൈകളിലേക്ക് സ്വീകരിക്കും. അതിലൊന്നും നമ്മൾ വിഷമം വിചാരിക്കരുത്. ചിലപ്പോൾ ഡ്രസ്സ് അഴുക്കായി എന്നൊക്കെ വരും, അതൊന്നും സാരമില്ല. കൊച്ചുമക്കളല്ലേ, ചിലപ്പോൾ മൂത്രമൊഴിച്ചെന്ന് വരും, ചിലപ്പോൾ അവരുടെ ഡയാപ്പറൊക്കെ ഇച്ചിരി ലീക്കായി എന്ന് വരും, സാരമില്ല. കൊച്ചുമക്കളാണ്. അത് അതിന്റെ പേരിൽ ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളണമെന്നാണ്. എന്നാലും ഒരു നീരസമോ മുഖത്തൊരു വെറുപ്പോ പുണ്യ നബി കാണിക്കാറില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് മാതൃകയാണ്. ചില ആൾക്കാർ പറയും ഒതുർത്ത ഞാൻ കുട്ടിനെ തൊടൂല, അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറി ഇനി ഞാൻ കുട്ടിനെ തൊടില്ല. അപ്പൊ ചെറിയ മക്കളൊക്കെ കൊണ്ടുവരുമ്പോഴേ ആ മക്കളൊന്ന് തൊടണം, ഒന്ന് എടുക്കണം എന്നൊക്കെ ആ കുട്ടിയുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. ആ കുഞ്ഞിനെ ഒന്ന് കയ്യിൽ സ്വീകരിക്കുക, അവർക്ക് വേണ്ടി തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുക്കുക. ഉഈദുക ബികലിമാത്തില്ലാഹി താമ്മ. പെൺകുട്ടിയാണെങ്കിൽ ഉഈദുകി ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറ്